Hello all, welcome to Kerala Stock Market Guide. അപ്പോൾ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു പ്രീ മാർക്കറ്റ് സെഷൻ. സോ ന്യൂ ഇയറിന് മുന്നേയുള്ള അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സിനെ കുറിച്ചും സംസാരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, എല്ലാവരും നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വീക്ക് ഉണ്ടാവട്ടെ ആൻഡ് നല്ലൊരു വർഷം എല്ലാവർക്കും നേരുകയാണ്. ഓക്കെ, അപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്നാണ് സൂചിപ്പിക്കുക. ഡോ ജോൺസ് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്ന പല മാർക്കറ്റുകളും. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുകയാണ്. 13 പോയിൻറ്റ്സ് അപ്സൈഡ് ആണ്. സോ മേ ബി നമുക്കൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു അപ്സൈഡ് ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ് ഡൗൺ സൈഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. തായ്വാൻ വെയിറ്റഡ് സ്ലൈറ്റ്ലി ഇന്നലത്തെ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിച്ചിട്ടുണ്ട്. ഹാങ്സങ്ങും സ്ട്രേറ്റ് ടൈംസും നെഗറ്റീവിൽ ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ലൊരു ഗ്ലോബൽ മാർക്കറ്റ് ഇന്നത്തെ ദിവസം ഉണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇതിലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിഫ്റ്റി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് ഇന്നലെ ഒരു ഹോൾഡ് ചെയ്യാൻ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. സോ മൈനർ ലെവലിൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഒരു 25,968 എന്നുള്ള ഈ റേഞ്ചിന് മുകളിൽ മാർക്കറ്റിന് ട്രേഡ് ചെയ്യാൻ സാധിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 26,100 എന്നുള്ള ഏരിയ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഏരിയ ഒന്ന് സൂക്ഷിക്കുക. ഓക്കെ, ഈ ഏരിയയാണ് മാർക്കറ്റ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കുറച്ച് കൺസോൾട്ടേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഈ ഏരിയയിലുണ്ട്, 26,080 എന്നുള്ള റേഞ്ചിൽ. അപ്പോൾ ഈ ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് വീണ്ടും ഒരു അപ്സൈഡ് വ്യൂവിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, മാർക്കറ്റിൽ അപ്സൈഡ് വ്യൂവിലേക്ക് നമുക്ക് പോകാം. മൈനർലി ഉള്ള ഇൻട്രാഡേ ലെവൽസാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യണം. കുറച്ചധികം സെല്ലിംഗ് പ്രഷർ ഈ സോണിൽ നേരിടാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അതിനുശേഷം 26,140 ആൻഡ് 26,230 എന്നുള്ള ഇൻട്രാഡേ ലെവൽസ് നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് അവിടെ നിന്ന് മാർക്കറ്റ് അപ്രതീക്ഷിതമായിട്ടൊരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഞാൻ ഈ ഒരു ടോട്ടൽ സോൺസിനെ 25,800 to 25,730 ഈ ഒരു ടോട്ടൽ സോൺസിനെയാണ് ഒരു നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഏരിയ ഞാൻ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സോൺസ് അത്രയും നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ കാര്യം മുന്നത്തെ ഉള്ള പ്രൈസ് ആക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ ഡേ ലോയും നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതാണ് ഇന്നലത്തെ ഡേ ലോ, 25,870 എന്നുള്ള സോൺ. അപ്പം ഇൻട്രാഡേ ലെവൽസ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ചാർട്ടിൽ ഇതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. ഓക്കെ, 25,870, 25,970, 26,090, 26,140, 26,232 ആൻഡ് 26,316. സോ ഇത്രയും സോൺസാണ് ഇൻട്രാഡേയിൽ ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിഫ്റ്റി ബാങ്ക് നോക്കിയാലും സിമിലർ വ്യൂവിൽ തന്നെയായിരിക്കും നമ്മൾ മുൻപോട്ട് പോവുക. നിഫ്റ്റി ബാങ്കിലും കണ്ടില്ലേ, മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞ സോൺ ബ്രേക്ക് ചെയ്ത് ഇനി റീടെസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയെന്ന് കണ്ടറിയാം. അപ്പോൾ അത്രയും നല്ലൊരു സോൺസ് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ അടുത്ത അറ്റംപ്റ്റ് ഈ അടുത്ത സോൺ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഓക്കെ, അടുത്തത് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 59,500 ബ്രേക്ക് ചെയ്യുമെന്നുള്ളതാണ്. ഏറ്റവും ക്രൂഷ്യൽ ലെവൽസ് 59,500 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടാവും. ഈ സോൺ ബ്രേക്ക് ചെയ്താൽ 59,520 to 527 ബ്രേക്ക് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ സ്റ്റോക്സ് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ ഭാരത് ഫോർജ് ശ്രദ്ധിക്കണമെന്ന് ആദ്യം പറയാണ്. അത്യാവശ്യം നല്ലൊരു ഓർഡർ ഇപ്പോൾ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാരത് ഫോർജിന് 1,661 കോടിയുടെ ഓർഡർ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഭാരത് ഫോർജിന് വന്നിട്ടുണ്ട്. സോ വളരെ പോസിറ്റീവ് ന്യൂസ് കമ്പനിക്കുണ്ട്. ആൻഡ് പ്രിവിയസ് സ്പെഷ്യാലിറ്റി കെമിക്കൽസിന് ഒരു 6.32% ഷെയർസ് സെല്ല് ചെയ്യുന്നതായിട്ടൊരു ബ്ലോക്ക് ഡീല് ഇന്നലെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതും ശ്രദ്ധിക്കുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആണെങ്കിൽ ഒരു പുതിയ ബിഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇതാണ് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു പവർ ഗ്രിഡ് കോർപ്പറേഷന് നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ബിഡ് പാസ്സാക്കി കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടൈറ്റൻ കമ്പനിയിൽ പുതിയ അപ്പോയിൻമെൻറ്റ് വന്നിട്ടുണ്ട്. സന്ധ്യ വേണുഗോപാൽ ശർമ്മ IAS ആസ് എ ചെയർപേഴ്സൺ ആൻഡ് അഡീഷണൽ ഡയറക്ടർ കമ്പനിയായിട്ടാണ് പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ന്യൂസ്, GST ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡിഗോയ്ക്കെതിരെ ഒരു GST ഡിമാൻഡ് പെനാൽറ്റി, മോസ്റ്റ്ലി ഒരു 458 കോടിയുടെ ഒരു പെനാൽറ്റി ആൻഡ് GST ഡിമാൻഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ് ന്യൂസാണ് ഇൻഡിഗോയ്ക്ക്. സോ അത് കമ്പനി ബേസ് അത് ആർഗ്യൂ ചെയ്യുമോ ഇല്ല എന്നുള്ളതെല്ലാം കണ്ടറിയാം. ശേഷമുള്ള പ്രധാന ന്യൂസ് പറയുന്നത് ലൂപ്പിനാണ്. വിഷു ഫാം BV ആംസ്റ്റർഡാമിലെ ഒരു കമ്പനിയുമായിട്ടുള്ള ഡീല് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ കുറച്ച് ന്യൂസസ് നിലവിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ട്.
സോ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസിൽ നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക ഇന്നത്തെ ഒരു ദിവസം. ഓക്കെ, താങ്ക് യു.